ക്രിക്കറ്റിനോട് അതീവ പ്രണയമുള്ള പുതുതലമുറയെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ കഴിയുന്ന സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പാർട്ടി പ്രവർത്തകരും കേരളത്തിലെ യുവതലമുറകളും വിശ്വസിക്കുന്ന അല്ലെങ്കിൽ യുവത്വവും വിശ്വസിക്കുന്ന പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനാണ് എന്നോടൊപ്പം. നമസ്കാരം മീഡിയ മലയാളത്തിലേക്ക്. നമസ്കാരം. തുടക്കത്തിൽ തന്നെ ചോദിക്കാനുള്ളത്, ഞാൻ നേരത്തെ നമ്മുടെ ABC-യിൽ വാർത്തയിൽ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ പറയുന്ന കേട്ടു, പാലക്കാട് സംഭവിച്ചത്, പാലക്കാട് പൊട്ടിത്തെറി. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളാണ്, ഞങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ സംസാരിക്കുന്നത് അങ്ങനെയാണ്, പാലക്കാട് വലിയ പൊട്ടിത്തെറിയാണ്. ഒരു വാക്ക് ഞാൻ കേട്ടത്, കൃഷ്ണകുമാറിൻ്റെ പെട്ടി തൂക്കി നടന്ന പ്രശാന്ത് ശിവൻ അവിടുത്തെ പാലക്കാട് അധ്യക്ഷനായി, ജില്ലാ പ്രസിഡൻ്റായി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു നേതൃപാടവത്തിൻ്റെ കുറവ് കൊണ്ടാണോ നിങ്ങൾ തോറ്റത്? കാരണം 27 വർഷങ്ങൾ കൈപ്പിടിയിൽ ഒതുങ്ങാതെ നിന്ന ഡൽഹി എന്ന് പറയുന്ന ഇന്ദ്രപ്രസ്ഥം, അത് BJPയുടെ കയ്യിലാക്കാൻ BJPക്ക് കഴിഞ്ഞു. അവിടെ കോൺഗ്രസിനെ വട്ടപൂജ്യമാക്കി മാറ്റാൻ BJPക്ക് കഴിഞ്ഞുവെങ്കിൽ എന്തുകൊണ്ട് അതേ തന്ത്രം പാലക്കാട് പയറ്റി ജയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല? 2-3 ചോദ്യങ്ങൾ ഒറ്റ ചോദ്യത്തിൽ ചോദിച്ചുകൊണ്ട് ഞാൻ 2-3 ഉത്തരം പറയേണ്ടി വരും. ഈ പാലക്കാട് വലിയ രീതിയിൽ പൊട്ടിത്തെറി എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയൊരു നെറേറ്റീവ് തന്നെയായിരുന്നു അത്. കാരണം എന്താ വെച്ചാൽ, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രവർത്തകർ ഇന്ന് ഒറ്റക്കെട്ട് തന്നെയാണ്. പാർട്ടിയുടെ നേതാക്കന്മാരും ഒരുമിച്ച് തന്നെയാണ് പാർട്ടിയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ജനുവരി മാസം 26-ാം തീയതിയും 27-ാം തീയതിയും വന്ന വാർത്തകൾ, 9 കൗൺസിലർമാർ രാജിവെക്കാൻ പോകുന്നു, ആയിരക്കണക്കിന് പ്രവർത്തകർ രാജിവെക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയൊക്കെ വന്നു. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരാളെങ്കിലും, ഒരു പൂച്ചക്കുഞ്ഞ് പോലും രാജിവെച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. കാരണം എന്താ വെച്ചാൽ, മാധ്യമങ്ങൾക്ക് അവരുടെ റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടി ഇത്തരത്തിൽ പല വാർത്തകളും കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുന്നതിന് വേണ്ടി അവരുടെ ടൂളായിട്ട് പാലക്കാടിനെ അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം എന്താ വെച്ചാൽ, ആ ദിവസവും അതിന് തൊട്ടടുത്ത ദിവസങ്ങളിലുമായി പാലക്കാട് ഇത്രയും വിവാദമുണ്ടായിട്ടും ഒരൊറ്റ വ്യക്തി പോലും, ഒരൊറ്റ BJP പ്രവർത്തകനോ നേതാക്കന്മാരോ പോലും പത്രക്കാർക്ക് മുൻപിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിലോ പാർട്ടിയെ എതിർത്തുകൊണ്ട് ഒരു സിംഗിൾ വേർഡ് പോലും വന്നിട്ടില്ല. ഈ മാധ്യമപ്രവർത്തകർ മൈക്ക് കൊടുത്തുകൊണ്ട് നിരവധി നേതാക്കന്മാരുടെയും പ്രവർത്തകന്മാരുടെയും പുറകിലൊക്കെ പോയിരുന്നെന്ന് ഒരാൾ പോലും പാർട്ടിയെ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ, അത്തരത്തിലൊരു വിഷയം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അത്തരത്തിൽ പറയേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് അതിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കാര്യത്തിന് യാതൊരുവിധ പ്രസക്തിയില്ല. പിന്നെ 2, പാർട്ടിയിൽ ഇന്ന ആൾ ജില്ലാ പ്രസിഡൻ്റായിട്ട് വരുന്നു എന്ന് പറഞ്ഞു. ഈ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് തീരുമാനിക്കുന്ന രീതി എങ്ങനെയാണ് എന്ന് അറിയാത്ത ആളുകളാണ് ഇത്തരത്തിൽ പെട്ടി തൂക്കുന്നതെന്നും കാറ് തുറക്കുന്നതൊക്കെ പറയുന്നതൊക്കെ. ഇതിനകത്ത് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷന്മാരെ അഖിലേന്ത്യാ തലത്തിൽ തീരുമാനിക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിൽ നിന്ന് അതിനുവേണ്ടി ഒരു നടപടിക്രമം നടക്കും. നടപടിക്രമത്തിന് ശേഷം അവിടെ നിന്നൊരു ഷോർട്ട് ലിസ്റ്റ് കൊണ്ടുള്ള പേരുകളുമായി കേന്ദ്ര നേതൃത്വത്തിലെത്തി കേന്ദ്ര നേതൃത്വം JP നദ്ദാജി, പ്രധാനമന്ത്രി അമിത്ഷാജി ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ വിശദമായി ചർച്ച ചെയ്തതിന് ശേഷം സെൻട്രൽ ലീഡർഷിപ്പാണ് ഓരോ ജില്ലയുടെയും ജില്ലാ അധ്യക്ഷന്മാരെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന് തെറ്റുപറ്റി എന്ന് പറയുന്ന തരത്തിലായിരിക്കും ഇത്തരത്തിൽ ആളുകൾ പറയുന്നതിൽ. അത്തരത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന് ഇതുവരെ തെറ്റ് പറ്റിയിട്ടില്ല, ഇനിയോട്ട് തെറ്റ് പറ്റാൻ പോകുന്നില്ല. കാരണം അവർ വളരെ വ്യക്തമായി ഓരോ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി ഓരോ ആളുകളെക്കുറിച്ചും അവസാനത്തെ പാർട്ടിയുടെ ബൂത്ത് പ്രസിഡന്റിനെ കുറിച്ച് വരെ വളരെ കൃത്യമായ ഡാറ്റയും കാര്യങ്ങളും എല്ലാം പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ പറയുന്ന ആളുകൾക്ക് കേവലം ഒരു രാഷ്ട്രീയത്തിൻ്റെ ബാലിശമായ ആരോപണം എന്നുള്ള രീതിയിൽ തള്ളിക്കളയുക എന്നുള്ളതല്ലാതെ അതിന് ചെവിടുക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. പിന്നെ നേരത്തെ പാലക്കാട് ഇലക്ഷനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ പാലക്കാട് ഞങ്ങളുടെ ഒരു സിറ്റിംഗ് സീറ്റൊന്നുമല്ല. ഡൽഹി നിയമസഭ ഭാരതീയ ജനതാ പാർട്ടി ഭരിച്ചിട്ടുണ്ട്. അവിടെ വളരെ കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ട്. ആ ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ വിജയിച്ചിട്ടുണ്ട്. പാലക്കാട് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ആസൂത്രണങ്ങൾ നടത്തി ഞങ്ങൾക്ക് വോട്ടിൻ്റെ കാര്യത്തിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനർത്ഥം ഭാരതീയ ജനതാ പാർട്ടി പൂർണ്ണമായിട്ട് പാലക്കാട് നിന്ന് ഒലിച്ചുപോയി എന്നുള്ള രീതിയിലല്ല. രാഷ്ട്രീയമാവുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിൽ വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. 2004 വരെ ഭാരതീയ ജനതാ പാർട്ടി ഭരിച്ചതിന് ശേഷം 2004 തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പാർട്ടി പരാജയപ്പെട്ടു. 2009 വീണ്ടും അതിനേക്കാൾ നമ്മൾ പരാജയപ്പെട്ടു. പക്ഷെ അതിൽ നിന്ന് തിരിച്ച് 2014 വരുന്ന സമയത്ത് ഇന്ത്യ മഹാരാജ്യം
ഒറ്റയ്ക്ക് ഭരിക്കാവുന്ന ഭൂരിപക്ഷവുമായിട്ടാണ് BJP വന്നത്. ആ 10 വർഷവും കൃത്യമായ ഗൃഹപാഠം നടത്തി പാർട്ടി പ്രവർത്തകർ വളരെ കൃത്യമായി ഒരു എണ്ണയിട്ട യന്ത്രം കണക്കെ നിരവധി പ്രവർത്തകർ ആ പ്രവർത്തനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിച്ചത്. പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്തും അത്തരത്തിൽ തന്നെയാണ്. ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പൂർണ്ണമായി വിശകലനം നടത്തിയിട്ടുണ്ട്, അത് വിലയിരുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിശക്തമായ രീതിയിൽ BJPയുടെ പ്രവർത്തനം നടന്നിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പിന് ശേഷവും BJPയുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് പാലക്കാട് നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയമോ പരാജയമോ അല്ല ഒരു പാർട്ടിയുടെ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കുന്നത്. പാർട്ടി പ്രവർത്തകർ, പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം, എല്ലാ ദിവസവും ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അന്നും പറഞ്ഞത് ഒന്ന് തന്നെയാണ്, ഇന്നും പറയുന്നുണ്ട്. ഞങ്ങൾ ഉറപ്പായും ജയിക്കും. ഇന്ന് ജയിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ 100% ഞങ്ങൾക്ക് ഉറപ്പാണ് BJP പാലക്കാട് വിജയിച്ചിരിക്കും. പിന്നെ പാലക്കാടിനെ മാത്രമല്ല, കേരളത്തിലത്തെ ഒട്ടുമിക്ക സ്ഥലങ്ങളും ഞങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായിരിക്കും കേരളത്തിൽ വളരുന്ന ഒരേ ഒരു പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. പണ്ട് കാലത്ത് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ വോട്ട് എന്തിനാ പാഴാക്കി കളയുന്നത്, BJPക്ക് വോട്ട് ചെയ്തതെന്ന് ചിന്തിച്ചിടത്ത് നിന്ന് BJP ഇവിടെ ജയിക്കുന്ന പാർട്ടിയാണ് എന്നുള്ള തോന്നൽ വന്നുകൊണ്ട് തൃശ്ശൂർ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2021 നിയമസഭയിൽ ഞങ്ങൾക്ക് വോട്ട് ഷെയറിൽ കുറവ് വന്നിരുന്നു. പക്ഷേ 3 വർഷം 2024 ലോക്സഭ വരുന്ന സമയത്ത് അതിൽ നിന്ന് ബഹുദൂരം മുന്നോട്ട് പോയി കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച വോട്ട് ഷെയറുള്ള ഒരു കാലഘട്ടമായിട്ട് BJPക്ക് മാറാനായിട്ട് സാധിച്ചു. അപ്പം അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക, ജനങ്ങൾക്കിടയിൽ നിൽക്കുക, ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുക. ഓട്ടോമാറ്റിക്കലി ദ റിസൾട്ട് വിൽ കം. ഈ പാലക്കാട് തിരഞ്ഞെടുപ്പ് സമയത്ത് മാധ്യമങ്ങൾ ഒന്നടങ്കം, പിന്നീട് മാറ്റി പറഞ്ഞുവെങ്കിലും തുടക്ക സമയം മുതൽ ഈ റിസൾട്ട് വരുന്നത് വരെ മാധ്യമങ്ങൾ ഒന്നടങ്കം കൃഷ്ണകുമാറിന് തന്നെയാണ് വിജയം എന്ന് തീരുമാനിച്ചിരുന്നവരാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ല, കൃഷ്ണകുമാർ തന്നെയാണ് പാലക്കാട് വിജയി എന്നൊക്കെ പറഞ്ഞ് എല്ലാ മാധ്യമങ്ങളും അത് സംസാരിച്ചതാണ്, ചർച്ച ചെയ്തതൊക്കെയാണ്. പക്ഷെ ആ സമയത്ത് ചിലരുടെ ഇറങ്ങിപ്പോക്ക്, നേരെ ചൊവ്വേ പറഞ്ഞാൽ സന്ദീപ് വാര്യരുടെ ഇറങ്ങിപ്പോക്ക് മാത്രമല്ല, ഇറങ്ങിപ്പോയതിന് ശേഷം സന്ദീപ് വാര്യർ നടത്തിയ ചില പ്രസ്താവനകൾ, ഇപ്പം പുകഞ്ഞുകൊള്ളി പുറത്ത് എന്ന് പറഞ്ഞതുപോലെ പറഞ്ഞ കാര്യം വീണ്ടും പറഞ്ഞ് അതിന് പ്രസക്തിയില്ല എങ്കിൽ പോലും അന്ന് സന്ദീപ് വാര്യർ പറഞ്ഞത് ഇത് വെറുപ്പിൻ്റെ ഫാക്ടറിയാണ്, ഞാൻ ഇത്രയും നാൾ വെറുപ്പിൻ്റെ ഫാക്ടറിയിലാണ് ജീവിച്ചത്, ഇനി ഞാൻ കയറി ചെല്ലുന്നത് സ്നേഹത്തിൻ്റെ കടയിലേക്കാണ്. ഈ പാർട്ടി വളർത്തിയ ഒരാൾ, പാർട്ടിയുടെ മുഖമുദ്രയിൽ ഇമേജ് ഉണ്ടാക്കിയെടുത്ത ഒരാൾ, ചാനൽ ചർച്ചകളിൽ കുറേ ആളുകളുടെ മനസ്സ് കീഴടക്കിയ ഒരാൾ, അതാണ് സന്ദീപ് വാര്യർ. BJP എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ മോദിയൊക്കെ കഴിഞ്ഞാൽ കേരളത്തിൽ നമ്മൾ മനസ്സിൽ കുറേ ആളുകളുടെ മനസ്സിൽ ആദ്യം വരുന്ന മുഖം സന്ദീപ് വാര്യർ ആയിരിക്കും. BJP എന്ന് പറയുമ്പോൾ അത്രത്തോളം പാർട്ടി സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തിയെ വളർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഒരു നിമിഷം കൊണ്ട് പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യം. പക്ഷെ ആ തള്ളിപ്പറച്ചിലുകൾ പാലക്കാട് BJPക്ക് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാക്കിയോ? അങ്ങനെ അത്തരത്തിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നു, തൊട്ടടുത്ത ദിവസം മുതൽ പാലക്കാട് നഗരസഭാ ഭരണം BJPയിൽ നിന്ന് നഷ്ടപ്പെടാനായി പോവുകയാണെന്ന് പറഞ്ഞു. ഇതുവരെ BJPയുടെ ഭരണം നഷ്ടപ്പെട്ടു പോയിട്ടില്ല, ഇന്നും ഭരിക്കുന്ന BJP തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറയുവാനുള്ള ഒരു കാരണമായിട്ട് ഇതിനെ കാണാനായിട്ട് സാധിക്കില്ല. കാരണം പല രീതിയിലുള്ള വിഷയങ്ങളുണ്ട്. ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഉപതെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിൽ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുമ്പ് നടന്ന തൃക്കാക്കരയിലും പാലയിലും ഒക്കെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളിലൊക്കെ BJPക്ക് വലിയ രീതിയിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ട് മാത്രം വെച്ചുകൊണ്ട് പാർട്ടിയുടെ പ്രവർത്തനത്തെ ഒരു സ്ഥലത്ത്, ഒരു മണ്ഡലത്തിലോ ഒരു ജില്ലയിൽ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കില്ല. പിന്നെ ഇത്തരത്തിൽ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലരും പല സ്ഥാനമാനങ്ങൾക്കാണെങ്കിലോ അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇത്തരത്തിൽ പല ആളുകൾ പോയാലും അതൊന്നും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്നൊരു വിഷയമല്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രവർത്തകരെ, പ്രത്യേകിച്ച് കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലുള്ള BJPയുടെ പ്രവർത്തകന്മാർ വിയർപ്പ് ചിന്തി ഈ പാർട്ടിയെ വളർത്താൻ ശ്രമിക്കുന്ന സമയത്ത് കേരളത്തിലെ BJPയുടെ പ്രവർത്തകന്മാർ വിയർപ്പ് ചിന്തിയും ചോര ചിന്തിയുമാണ് ഈ പാർട്ടിയെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ പാർട്ടിയിൽ വിശ്വസിച്ചുകൊണ്ട് നാളൊരു വാർഡ് മെമ്പർ പോലും ആവില്ല എന്ന് അറിഞ്ഞിട്ട് പോലും ആത്മാർത്ഥമായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രവർത്തനം ഉള്ളിടത്തോളം കാലം ഈ പാർട്ടിയെ തളർത്താൻ ഒരാൾക്കും സാധിക്കില്ല.
നാളെ ഞാൻ തന്നെ ഈ പാർട്ടിയിൽ നിന്ന് വ്യതിചലിച്ചു പോയാലും ഈ സംഘടന ഇന്നുള്ളതിനേക്കാൾ ഉയരത്തിൽ അതിശക്തമായിട്ട് മുന്നോട്ട് പോകും. അതിൽ പ്രത്യേകിച്ച് തർക്കമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊരിക്കലും ഒരു വ്യക്തിയാധിഷ്ഠിത പാർട്ടിയല്ല ബി ജെ പി എന്ന് പറയുന്നത്. ആ ബി ജെ പിയുടെ പ്രവർത്തകന്മാർ വിശ്വസിക്കുന്നത് ബി ജെ പിയുടെ ആദർശത്തെയാണ്, ബി ജെ പിയുടെ ആശയങ്ങളെയാണ്. അപ്പം ഞങ്ങളുടെ ആദർശത്തെയും ഇത്തരത്തിലുള്ള ആശയങ്ങളിലും വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ പാർട്ടിയുടെ ഒരു സിംഗിൾ ഫോറത്തു നിന്ന് പോലും ഇത്തരത്തിൽ മാറി ചിന്തിക്കുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പാർട്ടിയുടെ ആക്ടിവിറ്റിയെ ബാധിക്കുന്നൊരു വിഷയമല്ല, പാർട്ടിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നില്ല, പാർട്ടി പ്രവർത്തകർ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് ഇതിനെ മുഴുവൻ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു പാർട്ടിയുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനമുള്ളത്. ഇത്തരത്തിലുള്ള വെല്ലുവിളികളെ മുഴുവൻ അവസരങ്ങളാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ പാർട്ടി വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടം ഇവിടെ നടത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. 2019 ഒറീസ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ബി ജെ പിയുടെ വോട്ട് ഷെയർ 19%. 2024 ആ ഒറീസ സംസ്ഥാനം ഭരിച്ചത് ബി ജെ പി. ആ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് 5 വർഷം കൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് ആ സംസ്ഥാനം ഭരിക്കുന്ന തലത്തിലേക്ക് മാറുവാനായിട്ട് പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ 2024 ലോക്സഭ കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് കേരളത്തിൽ 19% വോട്ട് ഷെയർ ലഭിച്ചിട്ടുണ്ട്. ഒരു MP ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണെങ്കിലും വരാനിരിക്കുന്ന സമയത്തിലാണെങ്കിലും കേരളത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. സമയം അതിക്രമിച്ചെങ്കിലും 1-2 ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ ന്യൂനപക്ഷങ്ങളെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ ബി ജെ പി ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു തൃശ്ശൂരൊക്കെ സുരേഷ് ഗോപിയുടെ വിജയത്തിലൊക്കെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ വലിയ രീതിയിൽ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ PC ജോർജിൻ്റെ ചില സംസാരങ്ങൾ, ചില പരാമർശങ്ങൾ, അതൊക്കെ ന്യൂനപക്ഷങ്ങളെ ബി ജെ പിയിൽ നിന്ന് അകറ്റാൻ ഇടയാക്കുമെന്ന് തോന്നുന്നുണ്ടോ? ന്യൂനപക്ഷങ്ങളെ മാത്രമല്ല, ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും സമസ്ത വിഭാഗങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് ബി ജെ പി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പ്രത്യേക ഒരു വിഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം പ്രത്യേക പരിശ്രമമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമസ്ത ജനവിഭാഗങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് ഒരേ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ബി ജെ പിയുടെ കാര്യകർത്താക്കന്മാരെന്ന് പറയുന്നത്. പിന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും സമയത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടിയും അവർ തന്നെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ തരത്തിൽ PC ജോർജ് തന്നെ ആ വിഷയത്തിൽ വളരെ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജനങ്ങൾക്ക് ഇതൊന്നും ഒരു ബാധിക്കുന്ന വിഷയമല്ല. ജനങ്ങൾ വളരെ കൃത്യമായിട്ട് നരേന്ദ്രമോദിജി നേതൃത്വം നൽകുന്ന, ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഈ കേന്ദ്ര സർക്കാരിൽ ജനങ്ങൾ സംതൃപ്തരാണ്. അവരാഗ്രഹിക്കുന്നുണ്ട് മോദിജിയുടെ വികസന പദ്ധതികൾ ഓരോ പഞ്ചായത്തിലും ഗ്രാമാന്തരങ്ങളിലും എത്തണമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. ജനങ്ങൾ വികസനത്തിനോടൊപ്പം യാത്ര ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ആ വികസനത്തിനോടൊപ്പമുള്ള യാത്രയിൽ നമ്മുടെ കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളാണെങ്കിലും നിയോജകമണ്ഡലങ്ങളും എല്ലാ സ്ഥലങ്ങളിലും മോദിജിയുടെ സന്ദേശം എത്തിക്കുവാൻ വേണ്ടി ബി ജെ പിയുടെ പ്രവർത്തകന്മാർ അതിശക്തമായ പ്രവർത്തനമായി മുന്നോട്ട് പോകും. ജനങ്ങൾ ഇരു കൈ നീട്ടി ബി ജെ പിയെ സ്വീകരിക്കുവാൻ കേരളത്തിൽ തയ്യാറായി കഴിഞ്ഞു. അതിൻ്റെ ഉദാഹരണമാണ് കഴിഞ്ഞ 2024 ലോക്സഭയിൽ നമ്മൾ കാണാനായിട്ട് സാധിച്ചത്. ഒറ്റ ചോദ്യം കൂടി, ബി ജെ പിക്ക് ഒരു സംസ്ഥാന അധ്യക്ഷൻ വനിതയായി വരാൻ സാധ്യതയുണ്ടോ? സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം തീരുമാനം വരുന്നത് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നാണ്. അത് വനിതയാണെങ്കിലും പുരുഷനാണെങ്കിലും ആരാണെങ്കിലും, യുവാവാണെങ്കിലും പ്രായമുള്ള ആരാണെങ്കിലും, അധ്യക്ഷൻ എന്നത് ഈ പാർട്ടിയെ കേരളത്തിൽ നയിക്കേണ്ട ഒരാളാണ്. ഈ പാർട്ടിയെ കേരളത്തിൽ നയിക്കുന്ന സമയത്ത് പാർട്ടി പ്രവർത്തകരുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, പാർട്ടിയുടെ നേതാക്കന്മാരുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ പാർട്ടി പ്രവർത്തനത്തെ ആ സമയത്ത് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. മറിച്ച് അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ ഒരാളെ കേന്ദ്രീകരിച്ചു കൊണ്ട് പോകുന്ന ഒരു പാർട്ടിയല്ല ബി ജെ പി. ഒറ്റക്കെട്ടായിട്ട് തന്നെ ഒരുമിച്ച് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കപ്പാസിറ്റിയുള്ള ധാരാളം ആളുകൾ ഈ കേരളത്തിലുണ്ട്. അതിൽ നിന്ന് ഒരാളെ കേന്ദ്ര നേതൃത്വം ഒരാളെ തിരഞ്ഞെടുത്തുകൊണ്ട് മറ്റുള്ള ആളുകൾ യോഗ്യരല്ല എന്നതിനർത്ഥം ഈ സമയത്ത് ഈ പ്രവർത്തനം ചെയ്യുവാൻ ഒരാളെ നിയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് അനുയോജ്യരായ ഒരാളെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം ഉറപ്പായും കണ്ടെത്തും. വളരെ നന്ദി. താങ്ക് യു.